നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്. എനിക്കിപ്പോ വേണോന്നില്ലായിരുന്നു. ഇത് വേണ്ട ശർക്കര. ഇത് കുട്ടികൾക്ക് കഴിക്കാമോ? അടിപൊളി ഫുഡ്. ഓ ഇനി ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യണം. ചെയ്തിട്ടാ നമ്മളെങ്ങനെ പോണേ? നമ്മൾ നേരെ പോകണം. ആണോ? അയ്യോ പതുക്കെ പോ. നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോവാ. വളരെ ലൈറ്റ് ആയിട്ട് വികാഷ് ബാബുന്ന് പോയിട്ട് ചാട്ട് അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവാണ്. അത് ലഞ്ചല്ലല്ലോ, ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഡിന്നർന്നല്ലേ പറഞ്ഞത്? ഡിന്നർ. അച്ഛന്റെ ഇപ്പോഴും വേറെ മൂഡാണ്. ഏത് മൂഡ്? മറ്റേ മൂഡ്. അച്ഛൻ ഇവിടെ ഒന്നും അല്ല. അതെ, അവിടെ എന്താ കഴിക്കാൻ ചെയ്തെന്നാണ് കേട്ടോ അവിടെ പോവാന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്താ അവിടെ പോ. ഞങ്ങൾക്ക് മൂന്നാൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഈ ചാട്ടൊന്നും ഇത്ര വലിയ കാര്യമല്ല. എന്നാ നമുക്ക് ലുലുല് പോയിട്ട് മറ്റേ പൊടികൾ മേടിച്ച് വീട്ടിൽ പോയാലോ? എന്ത് പൊടികള്? നമ്മുടെ വീട്ടില് ഡിന്നർ എല്ലാം ഉണ്ട്. ഞാൻ എല്ലായിടത്തും ഫ്രിഡ്ജിൽ വെച്ചിട്ടാവും. ഓൾവേസ് KFC. അപ്പൊ നമ്മൾ അവിടെയാണ് പോവാൻ വിചാരിക്കുന്നത്. എനിക്ക് പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടാ. ഇനി ഗ്യാസ് ഇഷ്യൂ ഒക്കെ കാരണം ഇതൊക്കെ അറിയില്ല, നോക്കാം. അപ്പൊ നമ്മള് പതിവ് പോലെ എപ്പോഴും നമ്മള് ദേവങ്ങളങ്ങരയിലാണ് എത്തിയേക്കണത്. ലച്ചിതായിരിക്കുന്നത്. ചെയ്തിട്ട് എന്താ വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അവിടെ എവിടെയാണ് ചെല്ലണ. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് പാക്കല. എല്ലാ സെലിബ്രിറ്റികളും സ്കിൻ സംഭവം ചെയ്യാൻ വന്നത്. സ്കിൻ സീക്രട്ട് പോയല്ലോ ഇവിടുന്ന്. പോയാ? ഇവിടുന്ന് മാറിയ ഒരു ഷിഫ്റ്റ് ആയി. അപ്പുറത്തോട്ട് വന്നിട്ടുണ്ടോ? അതറിഞ്ഞില്ലേ? ചെയ്തിട്ട് നീ സ്കിൻ സീക്രട്ടിനെ പറ്റി പറയണം. അവിടെയാണ് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ അധികം വരണത്. എന്ത് രസല്ലേ രാത്രി. അയ്യോ ഇയാളെന്താണ് ക്യാരവാനാണ് ഓടിക്കണമെന്നുണ്ട്. ഭയങ്കര ഗമയാണല്ലോ. ഇതാണ് കേട്ടോ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളി. ഇവിടെ ഈ മെട്രോന്റെ ഒക്കെ പണി നടക്കണ കാരണം ഇവിടെ ഭയങ്കര ബ്ലോക്കാ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഇല്ലാട്ടാ. അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത. പക്ഷെ ഇവിടെ നിന്ന് ഒരു കിടന്ന് കിട്ടലാണ് ഒരു കിട്ടല്. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണേന്ന്. എന്നാലല്ലേ ഒരു ഭംഗി വരുള്ളൂ. ഓക്കെ, നല്ല ബ്ലോക്ക് ഉണ്ട് അത്യാവശ്യം. ഇവിടെ ഉച്ചക്കൊക്കെ വന്നാ പിന്നെ തീർന്ന്. ഓഫീസ് ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിക്കാൻ വെയിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല വണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കോമറ്റ്. എനിക്ക് ഓടിക്കണമെന്നുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാനും അറിയില്ല, എനിക്ക് ലൈസൻസും ഇല്ല. വണ്ടി കോമറ്റ് ഇട്ട് ഓടിക്കണമെന്നുണ്ട്, പക്ഷെ ലൈസൻസ് ഇല്ല. കാരണം വണ്ടി ഓടിക്കാനും അറിയില്ല. ശരിക്കും അതൊക്കെ പഠിക്കണമായിരുന്നു. എനിക്ക് ഇഷ്ടല്ല കേട്ടാ. അതല്ല, ഞാനും ലച്ചു പോണ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. അവിടെ ഞങ്ങൾക്ക് സ്കൂട്ടർ കൊണ്ടുപോയാലും മാത്രമേ നടക്കുള്ളൂ. പിന്നെ പേടി. ചെറിയ സ്ഥലങ്ങള്, സ്കൂള്, പിന്നെ എനിക്ക് തയ്യക്കടയിൽ പോണം, അമ്പലത്തിൽ പോണം, ട്യൂഷൻ. അത് മാപ്പ് ഇട്ടിട്ടുണ്ട്. കടവന്തറ കലൂരെന്നാ പറഞ്ഞു. നിന്റെ വീടിന്റെ വഴിയായിരിക്കും. അപ്പൊ ഞാൻ നോക്കിയില്ല, അവര് അയച്ചു തന്ന്. ഓക്കെ, താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് യൂണിഫോമിന്റെ അന്വേഷിച്ചിട്ടുണ്ടായി ഒബ്രോൺ മോളില്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് കഴിഞ്ഞ കൊല്ലമൊക്കെ അവിടെ കൊടുത്തത്. അപ്പൊ ഇപ്രാവശ്യം ഒരു ഒബ്രോൺ മോളിന് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. കലൂരാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ലൊക്കേഷൻ മാപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. എന്തായാലും ഈ മാസം കഴിയട്ടെ, എന്നിട്ട് മതി. ഇനി യൂണിഫോമും ബുക്സും എല്ലാം വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്, ഫീസും കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ മാസം അങ്ങനെ പോട്ടെ. ഏതാണ് വികാഷ് ബാബു അടച്ചിട്ടെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ ഗ്യാസ് ഉണ്ടാവുമെന്ന്. ഓപ്ഷൻ ബി ഏതായിരുന്നു? ഓപ്ഷൻ ബി നമുക്കെന്നാ ചിയാങ്ങി പോയിട്ട് ചിയാങ്ങില് പോണം. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റുമോ KFC കഴിച്ചാ? എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് KFC കഴിക്കാൻ. എന്ത് വെറുതെ KFC പോയി തിന്നിട്ട് വന്നത്. ഭയങ്കര വണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ വികാഷ് ബാബു ഇല്ല.
എങ്ങനെ ഉണ്ടാവാനാ, എണ്ണയൊക്കെ വറുത്ത് കോരിയൊക്കെ എടുക്കണ്ടേ. ഇനി നമ്മള് ഓപ്ഷൻ ബി എവിടെന്ന് വെച്ചാ, എവിടെ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവിടെയും കൂടെ പോയി നോക്കാൻ പോവാ. മിക്കയിടത്തും ഇല്ല, എല്ലാം അടച്ചു പോയി. നമ്മള് വീട്ടിൽ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ഗ്യാസ് ഒന്നും തീരാറായിരിക്കണേ. പിന്നെ എന്ത് ചെയ്യും ഇനി? അല്ലെങ്കിൽ ആ പ്ലാൻ നിങ്ങളോട് ഇപ്പൊ പറയണില്ല. കാശ് പറയാവോ? ആണോ? പോണ്ടേ? അയ്യോ ഒന്നും വേണ്ട. പൊക്കത്തിരിക്കണേ. എനിക്കറിയും ഇങ്ങോട്ടാ വന്നതെന്ന്. ഇവിടെ ഇരുന്നു. നല്ലതാ, വീഡിയോയില് നല്ല രസമുണ്ട്. ലച്ചുവിന് ഭയങ്കര സങ്കടം. അല്ലല്ലേ, ഐ മീൻ ഇത് റൈസ് ആൻഡ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഓരോ ഡിഷസ് ആണ് അല്ലേ? നിനക്ക് എന്താ വേണ്ടത്? അല്ലാതെ വേറെ പനീറിന്റെ വേറെ ഏത് ബിരിയാണി ഉണ്ട്? പനീർ ബട്ടർ ബിരിയാണി ഉണ്ട്. പനീർ ബട്ടർ ബിരിയാണി ഇല്ല. ഗ്രീൻ സ്പൂൺ സ്പെഷ്യൽ ദം ബിരിയാണി എന്താണ് ഇതിന്റെ അകത്ത് എന്തെന്നാ ഉള്ളത്? ലെയർ അറോമാറ്റിക് മസാല അന്ന് ഇതെടുക്കടി. മറ്റേല്ലാത്തൊരു മിന്റ് ഫ്ലേവർ ഇഷ്ടപ്പെടില്ല. സത്യം, നിനക്ക് എങ്ങനെ മനസ്സിലായി? ചാർജ് പിന്നെ എനിക്ക് പിന്നെ നമ്മള് ഇവിടെ കൊറേ ഐറ്റം ഗ്യാസ് ഇഷ്യൂ ഒക്കെ കാരണം കൊറേ ഐറ്റംസ് ഒന്നും അവൈലബിൾ അല്ല. എന്ത് ബിരിയാണിയാ പറഞ്ഞേക്കണ? പനീറിന്റെ അല്ല, സാധാരണ വെജിറ്റബിൾ ബിരിയാണി അല്ല, ബിരിയാണി വെജിറ്റബിൾ ദം ബിരിയാണി. വെജിറ്റബിൾ ദം ബിരിയാണി അതാട്ടാ പറഞ്ഞേക്കണത്. നമ്മള് വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ കഴിച്ചേക്കണം വൃന്ദാവൻ എന്നല്ലാതെ പിന്നെ വേറെ സ്ഥലത്തൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറി എന്താ പറഞ്ഞേക്കുന്നത്? പഞ്ചാബി എന്തോ കറി. വന്നിട്ട് കാണാം. നല്ല പാട്ടുണ്ട്, നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഇരിക്കാനൊക്കെ, ഭയങ്കര രസമാണ്. ഞാൻ എപ്പോഴും ഇത് കൂടെ പാസ് ചെയ്ത് പോകുമ്പോ എപ്പോഴും ഇവിടെ കയറണം വിചാരിക്കും. പക്ഷെ അപ്പോഴൊക്കെ ഭയങ്കര തിരക്കൊക്കെ ആവാറുണ്ട്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ വന്നു. പിന്നെ ഇവിടെ കുറെ ചാട്ട് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, വടാപ്പാവ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഇല്ല. അതും സെലക്റ്റീവ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് കഴിച്ചിട്ട് വേണമെങ്കിൽ നമ്മളത് നോക്കും. സമൂസ ചാട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ട്, അത് അടിപൊളിയാന്നാണ് ഇവിടുത്തെ കുട്ടി പറഞ്ഞത്. ഇതാണ് ഇവരുടെ മെനു. കുറെ ഉണ്ട്, ഐറ്റംസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മള് ഗ്യാസ് ഇഷ്യൂ കാരണം ഇപ്പൊ ഇതാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള. ഈ ഒരു ഒറ്റ പേജിലാണ് മെനു ഉള്ളത്. അത്യാവശ്യം ഉണ്ട് കേട്ടോ. സൂപ്പ്, സാലഡ്, റൈത്ത, സ്റ്റാർട്ടർ ഉണ്ട്, പിന്നെ റൈസ്, ബിരിയാണി, അങ്ങനെ പുലാവ്, അങ്ങനെ ഇന്ത്യൻ ബ്രെഡ്, പിസ്സ, പാസ്ത ഉണ്ടായിരുന്നല്ലോ, പാസ്ത. പിന്നെ ഇതൊരു വെജിറ്റേറിയൻ. നീ ഇവിടെ നോൺ വെജ് ഉണ്ടെന്ന് വിചാരിച്ചു. നിനക്കത് അറിയില്ലേ? വെജായിരുന്നു. അത് പറഞ്ഞുകൂടായിരുന്ന? നീയല്ലേ രേഖ ഇവിടെ ഒന്ന് കഴിച്ചു. പക്ഷെ എനിക്ക് അവര് കഴിച്ചു എന്നല്ലാതെ ഇത് വെജിറ്റേറിയൻ അവിടെ ചിക്കൻ കിട്ടൂല എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചിക്കൻ വേണമായിരുന്നു. ആ സാല എപ്പോഴും നമ്മള് ചിക്കനും മിക്കപ്പോഴും ചിക്കനാ കഴിക്കാറ്. നമ്മളെപ്പോഴും കഴിക്കണത് അങ്ങനത്തെ വെജല്ല. ഭയങ്കര ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള. ടേസ്റ്റി ആണ്, എക്സ്പെൻസീവ് ആണ്, എല്ലാമാണ്. പിന്നെ വൺസ് ഇൻ എ വൈൽ മാത്രം പോരല്ലേ, വല്ലപ്പോഴും കുറച്ച് ആവാലോ. അപ്പം പിന്നെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ, അടിപൊളിയാണ്. പക്ഷെ ഇതെങ്ങനെ വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല. കൊറേ കൊട്ടയൊക്കെ തൂക്കിയിട്ടുണ്ട്, ലൈറ്റ് നല്ല രസമുണ്ട്.
ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ച, നല്ല വ്യൂ ആണ് കേട്ടാ, നല്ല രസം. അതാ ഞങ്ങൾ മുകളിൽ ഇരിക്കാന്ന് പറഞ്ഞത്. താഴത്തുണ്ട് സീറ്റ്, പക്ഷെ ഞങ്ങൾ മുകളിൽ ഇരിക്കാന്ന് പറഞ്ഞത്. അപ്പുറത്തും ഉണ്ട് കേട്ടോ കുറെ സീറ്റൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഗ്യാസ് വന്ന് നല്ല ആംബിയൻസ് ആണ്. എറണാകുളത്തോട്ട് പോണ വഴി കേട്ടല്ലോ. പിന്നെ ദംറോന്റെ ഓപ്പോസിറ്റ് ദംറോ. പിന്നെ ഇതിന്റെ പേരെന്തായിരുന്നു റെസ്റ്റോറന്റ്? ഗ്രീൻ സ്പൂൺ എന്നാണ് കേട്ടോ പേര്. പിന്നെ ഉണ്ടല്ലോ ഫാമിലി ആയിട്ട് എന്തെങ്കിലും അടിപൊളിയായിട്ട് ഇരുന്ന് ചില്ലി വർത്താനൊക്കെ പറഞ്ഞ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. കപ്പിൾസിനും അതെ, സ്വസ്ഥമായിട്ട് വന്ന് വർത്താനൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റും. എന്റെ സിസ്റ്ററും ഹസ്ബൻഡും ഇവിടെ വന്ന് കഴിച്ചതാണ് കേട്ടോ. അപ്പൊ എന്റെ സിസ്റ്ററും ഹസ്ബൻഡും എപ്പോഴും പറയുമായിരുന്നു നമുക്ക് ഒരു ദിവസം എല്ലാവർക്കും കൂടി പോകാം. അതിനുള്ള ഒരു അവസരം നമുക്ക് വന്നില്ല, നമ്മൾ ഒറ്റയ്ക്ക് വരണ്ടൊന്നും. അവരാണ് കേട്ടോ നമ്മളിത് റെക്കമെൻഡ് ചെയ്തത്. അന്നോട്ട് പറയുമായിരുന്നു അടിപൊളിയാണ്, നല്ല ആംബിയൻസ് ആണ് ചേച്ചി എന്നൊക്കെ പറയുമായിരുന്നു. ചേച്ചി എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ അല്ല കേട്ടാ, സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്. അവളെന്നെ ഇടീന്നൊക്കെ വിളിക്കും. അതിപ്പോ എപ്പോഴാണ് എന്നെ ചേച്ചി എന്ന് വിളിച്ചത് എന്ന് പറയണേ അടുത്തിരുന്നത്. അവര് വരുമോ? വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. എന്താ താഴെയും ഉണ്ട് ഡൈനിങ്. നമ്മൾ ആദ്യം അവിടെ ഇരിക്കാൻ വേണ്ടി പോയത്. നമുക്ക് ഇതാണ് വ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം വ്യൂ ആണ്, ഗ്ലാസ് ആണ്. രസാണ്. നീ ഒന്ന് കഴിച്ചു നോക്കിയത്? അച്ചാറൊക്കെ ഉണ്ട്. എനിക്കിത് കണ്ടപ്പോ എന്താന്നറിയോ ഫസ്റ്റ് തോന്നിയത്? ലോട്ടസ് ഇരിക്കണ പോലെ. പ്രസന്റേഷൻ അടിപൊളിയാണ് കേട്ടാ. നമ്മുടെ പ്ലേറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര നീറ്റാണ്. അതുപോലെ തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത് എന്താ പറയാ, ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ് ആണ് കേട്ടത്. കോപ്പർ ഗ്ലാസ് അല്ലേ? വേണമെങ്കിൽ അവർക്ക് കൊണ്ടുവന്ന് വരും, എന്നിട്ട് പൊട്ടിച്ചാ മതി കേട്ടാ. അതല്ല, ഇത് പ്ലേറ്റ് വന്നു, അതിന്റെ അപ്പുറം നമ്മുടെ ഫുഡ് വരാറായി. അതില്ലേ എരിവുണ്ടാവൂട്ടാ, ഒട്ടും എരിവ് കഴിക്കാൻ ഇഷ്ടപ്പെട്ട. ഫുഡ് വന്നിട്ട് കഴിച്ചോക്കാ. എനിക്കിപ്പൊ വേണോന്നില്ലായിരുന്നു. ഇത് ആക്ച്വലി രണ്ടുപേർക്ക് ഇരിക്കാനുള്ള ടേബിളാണ്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലടി, നമ്മള് അഡ്ജസ്റ്റഡ് ആണ് കേട്ടോ. ഞങ്ങക്ക് വലിയ സ്ഥലമൊന്നുമില്ല. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? കാരണം ഞാൻ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിനക്ക് എത്ര സ്ഥലം? ഇവിടെ ഒരു കൊച്ചുണ്ടെങ്കിൽ അതിന് ഇരുത്താം. എന്താ എനിക്ക് വിശക്കണേ, എനിക്ക് ചിക്കൻ വേണം. പൊട്ടിക്കട്ടെ? വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തോ. എടുക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്. വാവ്. സെർവ് ചെയ്യാം. കൊച്ചിനാദ്യം മസാല കുറച്ച് മതി അല്ലേ? നീ കുറച്ച് പ്ലെയിൻ റൈസ് നോക്കിട്ട് എടുക്കാം. ഞാൻ ഇത് കഴിക്കാം. ആണോ? ചെയ്തെന്നാ അത് അതാണ് ഇഷ്ടം കഴിക്കാൻ. ഓക്കെ, താങ്ക് യു. മുടി പോണടോ. ചെയ്തിട്ടും കഴിക്കണം. ആദ്യം എടുക്കട്ടെ. എങ്ങനെയുണ്ട്? ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? ചെയ്തിട്ടും ഞാനിന്റെ ഒക്കെ ഭയങ്കര ഫാനാ അല്ലേ? വെച്ചു എങ്ങനെയുണ്ടടാ? ഇഷ്ടപ്പെട്ട വെച്ചിന്? വെജ് ബിരിയാണി എങ്ങനെ ഇരിക്കും? സൂപ്പർ. ഞാൻ എപ്പ കഴിക്കാനാണോ? ഇങ്ങനെ ഉണ്ട് നമ്മുടെ ബിരിയാണി കൊണ്ടെന്ന് വെച്ചിരുന്നത്. എന്താ നല്ല മണം വരുന്നുണ്ട്. കഴിച്ചില്ല, എനിക്ക് കൊതിയാണ്.
എടാ ഞാൻ കഴിക്കണം, ഒന്ന് എടുത്തതോ. മോന് ഇതൊന്നും വേണ്ടേ? ഫ്ലേവർ ആണോ? പനീർ അടിപൊളി. പിന്നെ ഗ്രേവി ഇത്തിരി ഭയങ്കര ടേസ്റ്റാണ് കറി. അച്ചാറ് അടിപൊളി. പനീർ കഴിക്കാം. ടേസ്റ്റ് ചെയ്തേക്ക്. എങ്ങനെയുണ്ട്? അടിപൊളി. അയ്യോ ഈ പനീർ കറി സൂപ്പറാണ് കേട്ടോ. ഇത് മതി ശരിക്കും ഞാനും. അല്ല നാരങ്ങ ഇതാക്കി എടുക്കാം. അടിപൊളി ഫുഡ്. ഞാൻ വെജിറ്റേറിയൻ ഫുഡാണെന്നപ്പോ നല്ല സങ്കടമായി. പക്ഷെ ഉണ്ടല്ലോ അതുപോലെ അതിക്കും മേലെ. അല്ല ചെയ്തോ. അതിന് പനീർ ഓർമ്മ വെച്ചെടുത്തോളൂ. അതില് പനീറുണ്ട്. അടിപൊളിയാ. സൂപ്പർ ഫുഡ് കേട്ടാ. അതെന്താ അഭിപ്രായം? പാട്ട് നിന്നപ്പ ഞാൻ ബിരിയാണി കഴിച്ചിട്ടടി. അല്ല നടക്കട്ടെ, നമ്മള് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ മൂടി അടച്ചു. മുളക് എങ്ങനെയുണ്ട്? മുളക് ഞാൻ കഴിച്ചില്ല. എനിക്കൊരു നാൻ വേണോട്ടാ. ഞാനും കൂടി പറയണോ? എന്ത് സോഫ്റ്റാന്നറിയോ? നോക്കിയേ, ടിഷ്യൂ പേപ്പർ പോലെയുണ്ട്. എന്ത് ടേസ്റ്റ്. ഞാനെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആദ്യം വലിയൊരു ഇഷ്ടം തോന്നിയില്ല. ഇതിനൊക്കെ മാറി നിൽക്കും. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ? അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വയറ് നിറഞ്ഞ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെജിറ്റേറിയൻസിന് പറ്റിയ ഓപ്ഷനാണ് ഇവിടെ. 812 കാരണം അത്രയും കൊടുക്കണം. ഗ്രീൻ സ്പൂൺ സ്പെഷ്യൽ ദം ബിരിയാണി 279. പനീർ പഞ്ചാബി 379. അതായത് ആ കറിക്കാണ് കുറച്ച് റേറ്റ്. പിന്നെ ഗാർലിക് ബട്ടർ നാൻ ഒരെണ്ണം 99 റുപ്പീസ്. മിനറൽ വാട്ടർ 16 റുപ്പീസ്. പിന്നെ GST അത് ഇത്. അപ്പൊ 812. അടിപൊളി ഫുഡായി. മനസ്സാ. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമായി. പോവാം, ബില്ല് കൊടുക്കാം. വെജിറ്റേറിയൻ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ ഇതുപോലെ ആഗ്രഹം വന്നാൽ മസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇവിടെ വരും. ഞാനും അടിപൊളി പനീർ കറിയൊക്കെ ആയിരുന്നു. സാലഡ്, ഈ ഓണിയൻ ഇല്ലേ, പിക്കിൾഡ് ഓണിയൻ, അതൊക്കെ എന്ത് ടേസ്റ്റാന്നറിയോ. അച്ചാർ ഞാൻ ഒരുവിധം കഴിച്ചു. മാങ്ങച്ചാറുണ്ടല്ലോ, ഇവിടെ ടേസ്റ്റ്. ഒരു പാത്രം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു. അച്ഛൻ റിവ്യൂ ചെയ്യാൻ പോവാണ് കേട്ടാ. നമുക്കൊന്നും പറയാനില്ല. നമ്മളിതില് 10ല് 10. അയ്യോ എന്റെ വയറ് പറഞ്ഞി. ശരി കിടക്കുന്ന ഞാൻ കഴിച്ചാലാ. എടാ ഈ പാൻ ഹിന്ദിക്കാരല്ലേ കഴിക്കാ? ഒരെണ്ണം. ഇവിടെ കൊറേ എന്താ പറയാ, അത് ഉണ്ടാക്കണെടുക്ക്. എവിടെ ഫസ്റ്റ് ടൈമാ കഴിക്കണ. ഇതെന്താ എല്ലാം ഇതോ? അയ്യോ ഭയങ്കര. ഇത് കുട്ടികൾക്ക് കഴിക്കാമോ? ആണ്. അല്ലാതെ കുഴപ്പമില്ല. ഇല്ലല്ല. ഇതെന്താ? കോക്കനട്ട്. താങ്ക് യു. ഇത് തുപ്പണോ? ഇറക്കാമോ? ചോദിച്ചു നോക്കിയേ. അപ്പൊ ഈ വെറ്റില് സമൂസ കടിക്കാനുള്ള കടി മൊത്തം കടിക്കല്ലേ. ഓക്കെ കുട്ടികൾക്ക് കഴിക്കാൻ ചോദിച്ചു. വേറെ ഒന്നും ഇട്ടിട്ടില്ല. അടയ്ക്ക, പുകയില, ചുണ്ണാമ്പ് അല്ലെ, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. സേഫായിട്ട് വരുന്ന കോക്കനട്ട്, പിന്നെ മിഠായി, ഹണി നോക്കിയെടുക്കട്ടാ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി കഴിക്കണം ചെയ്യടി. അല്ല ചെയ്തു കേട്ടാ, അത് ലാസ്റ്റ് ഇട്ടാ പോരെ.
ഓക്കെ. അത് ചെയ്യാൻ പാടില്ലേ? അങ്ങനെയൊന്നും ഇല്ല. നമ്മളെ ഓർഡറിന് അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഓർഡർ ചെയ്താ പോരെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുക. ഞാനാ എന്താ ടിപ്സ് പറഞ്ഞു കൊടുക്കാറ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നിസ്സാരം വരെ ആയി തരാം. ബൈ വെച്ച് ടാറ്റ എടുക്ക്.